മണിപ്പൂരിൽ 4 പേരെ വെടിവെച്ച് കൊന്നു. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെടിവെപ്പുണ്ടായത് ചുരാചാന്ദ്പൂരിന് സമീപം. വിശദാംശങ്ങളുമായി ലക്ഷ്മി ബാലചന്ദ്രനുണ്ട്. ലക്ഷ്മി, ഒരിടവേളയ്ക്ക് ശേഷം വീണ്ടും മണിപ്പൂർ അശാന്തമാവുകയാണോ? തീർച്ചയായും സംഗീത, അങ്ങനെ തന്നെ വേണം കരുതാൻ. മണിപ്പൂരിൽ നിലവിലും സംഘർഷാവസ്ഥ ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ചുരാചാന്ദ്പൂരിൽ 4 പേർ വെടിവെപ്പിൽ കൊല്ലപ്പെട്ടതായി പറയുന്നത്. ഇവർ 4 പേരും ഒരു കാറിൽ സഞ്ചരിക്കുകയായിരുന്നു. അപ്പോഴാണ് അജ്ഞാതരുടെ വെടിവെപ്പ് ഉണ്ടായിരിക്കുന്നത്. ഇന്ന് രാവിലെയാണ് സംഭവം ഉണ്ടായിരിക്കുന്നത്. ഒരു സ്ത്രീ അടക്കം, ഒരു 60 വയസ്സോട് പ്രായമുള്ള സ്ത്രീ അടക്കം 4 പേരാണ് ഇപ്പോൾ കൊല്ലപ്പെട്ടിരിക്കുന്നത്. പക്ഷേ കൊല്ലപ്പെട്ട ആളുകളുടെ വ്യക്തിത്വം, ഇത് ആരൊക്കെയാണ് മരിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊന്നും ഇപ്പോഴും വ്യക്തമായിട്ടില്ല. അതിനാൽ തന്നെ ഇതിന്റെ ആക്രമണത്തിന്റെ ഉത്തരവാദിത്വവും നിലവിൽ ആരും ഏറ്റെടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ആരൊക്കെ തമ്മിലുള്ള സംഘർഷമാണെന്നോ അല്ലെങ്കിൽ നിലവിലെ അവസ്ഥയെ ഇത് എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളിലൊന്നും ഇപ്പോൾ ഒരു ഉത്തരം നൽകാൻ സാധിക്കില്ല സംഗീത. ലക്ഷ്മി, ഇക്കാര്യങ്ങളിൽ ഔദ്യോഗികമായി ഏതെങ്കിലും പ്രതികരണങ്ങൾ വന്നിട്ടുണ്ടോ? എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? ഔദ്യോഗികമായി സ്ഥിരീകരണമൊന്നും നിലവിൽ വന്നിട്ടില്ല. ഒരു 12-ലധികം ഒഴിഞ്ഞ ഷെല്ലുകൾ കണ്ടെടുത്തതായി മണിപ്പൂരിലെ പോലീസ് ഉദ്യോഗസ്ഥൻ സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ഒരു സംഭവം നടന്നതായി, ഈ ഒരു സംഭവത്തിന്റെ പരിസരത്ത് നിന്നായി 12-ലധികം ഷെല്ലുകൾ കണ്ടെടുത്തിട്ടുണ്ട്. മറ്റ് സംഘടനകളൊന്നും ഉത്തരവാദിത്തമൊന്നും ഏറ്റെടുത്തിട്ടില്ല. ഇപ്പോൾ സുരക്ഷാ സേനയും ഒക്കെ പ്രദേശത്ത് വിന്യസിച്ചിട്ടുണ്ട്. ഒരു രക്ഷാപ്രവർത്തനം പോലുള്ള പരിപാടികളിലും ഒരു സുരക്ഷാ തിരച്ചിലൊക്കെ ഇപ്പോൾ അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഗീത. ശരി ലക്ഷ്മി, മണിപ്പൂരിൽ 4 പേരെ വെടിവെച്ച് കൊന്നിരിക്കുന്നു എന്നുള്ള വിവരമാണ് വരുന്നത്. അക്രമികളെ തിരിച്ചറിഞ്ഞിട്ടില്ല. വെടിവെപ്പുണ്ടായത് ചുരാചാന്ദ്പൂരിന് സമീപമാണ്. കൂടുതൽ വിശദാംശങ്ങൾ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ. ലക്ഷ്മി ബാലചന്ദ്രനാണ് വിവരങ്ങളും പങ്കുവച്ചത്.